ശ്രീ ഒ അബ്ദുള്ള, ഞാൻ അങ്ങേക്കായി ഇനി പ്രത്യേകം ചോദ്യം ചോദിക്കുന്നില്ല. അങ്ങ് ഇതുവരെ നടന്ന ചർച്ചകൾ കണ്ടാണ്, വിഷയം കണ്ടതാണ്. അങ്ങയുടെ ആദ്യ പ്രതികരണം കേൾക്കാനായി കാത്തിരിക്കുന്നു. ഒ അബ്ദുള്ള സാർ, സ്വാഗതം. അല്ല, ഈ വിഷയത്തിൽ നമുക്ക് പരസ്പരം തർക്കിക്കാനോ അല്ലെങ്കിൽ ഒരാളെ പറഞ്ഞ് കീഴ്പ്പെടുത്താനോ ചെയ്യേണ്ടതായ ഒരു വിഷയമാണ് എനിക്ക് തോന്നുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നതായ ഒരു മഹത്തായ സംഗതി, തീർച്ചയായും നമ്മൾ അഭിമാനിക്കേണ്ടതായ ഒരു വിഷയം തന്നെയാണ് സിന്ദൂർ. പക്ഷേ ഇവിടെ ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിനടുത്ത് പൂക്കളമുണ്ടാക്കി എന്നത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിവാദ വിഷയമാവുന്നത്? അവിടെ ബോംബല്ലല്ലോ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അതുപോലത്തെ സ്ഫോടനാത്മകമായ എന്തെങ്കിലും ആണോ? അങ്ങനെ ഇന്ന് ചർച്ച ചെയ്യാവുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ട്. പലസ്തീനെ അനുകൂലിക്കുന്നതിന് പേരിൽ ഇവിടുന്ന് ഒരുപാട് യുവതികളെ അറസ്റ്റ് ചെയ്തു. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ആദ്യമായി അംഗീകരിച്ചത് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം പറഞ്ഞത് പലസ്തീൻ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ത്യ ഏതുപോലെയാണോ അതുപോലെയാണ് പലസ്തീനിലെ ജനങ്ങൾക്ക് പലസ്തീൻ എന്നാണ്. അത്തരമൊരു വിഷയം ഉണ്ടായിരിക്കും താങ്കൾ ഈ ഒരു താരതമ്യേന അപ്രധാനമായ ഒരു വിഷയത്തിൽ എത്തിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിഹൗ, എന്നാൽ നമ്മൾ പറയാം, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ പരസ്പരം അങ്ങേയറ്റം വിട്ടുവീഴ്ചയോടുകൂടി അതിനെ നോക്കിക്കാണുകയും സഹവർത്തിത്വത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു സംഭവം ഉണ്ടായത്, കാവിക്കൊടി പറപ്പിച്ചു എന്നുള്ളതാണ്. അതെന്തിനു ചെയ്തു? കാവിക്കൊടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഘടനയുടെ ഒരു ചിഹ്നമാണ്. അതിന് പകരം മറ്റെന്തെങ്കിലും ഒരു അടയാളമായിരുന്നെങ്കിൽ ഇത്രത്തോളം വിവാദമാവുകയില്ല എന്നാണ് എൻ്റെ ഒരു വായന. ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഏതായാലും നമുക്ക് തർക്കിക്കാനും ചർച്ച ചെയ്യാനും ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാക്കി വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. എനിക്കത് ഇഷ്ടപ്പെട്ടു. ബോംബല്ലല്ലോ അവിടെ ഉണ്ടാക്കിയെന്ന്. പക്ഷേ ഇത് അപ്രസക്തമാണോ, ഇത് ചർച്ച ചെയ്യേണ്ടതുള്ളോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് 25ഓളം ചെറുപ്പക്കാർ, അവരിൽ സൈനികരുമുണ്ട്. പോലീസിനൊക്കെ അറിയില്ലായിരിക്കാം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞൊരു അത്തപ്പൂക്കളം ഇട്ടതിൻ്റെ പേരിൽ അത് കലാപമുണ്ടാക്കാനാണെന്ന് വ്യാഖ്യാനിച്ചു. 1. 2, പിന്നെ കാവിക്കൊടിയല്ല, പാർത്ഥസാരഥിയുടെ രഥത്തിന് മുകളിൽ നമ്മളൊക്കെ ജനിക്കുന്നതിനും ഓർമ്മ വയ്ക്കുന്നതിനും അല്ലെങ്കിൽ യുഗാന്തരങ്ങൾക്ക് മുമ്പ് തന്നെ പറക്കുന്നൊരു പതാക, അത് നമ്മൾ പിന്നെ പരമ്പരാഗതമായി കണ്ടും അറിഞ്ഞും കേട്ടും വന്നതാണ്. പാർത്ഥസാരഥി ക്ഷേത്രമാണ്. സാക്ഷാൽ അർജുനൻ്റെ തേരാളിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തേരിന് മുകളിൽ ഉള്ള പതാക. അപ്പോൾ അതിൻ്റെ സാങ്കത്യം അതാണ്. അപ്പോൾ അത് അങ്ങേക്ക് അപ്രധാനം എന്ന് തോന്നാമെങ്കിലും ഒരു നാടിനെയും ഒരു സംസ്കാരത്തെയും അവരുടെ ദേശഭക്തിയും ഒക്കെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും അങ്ങ് പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടു.